ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുത്ത ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ പാലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോബസ്റ്റാ പഴം ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപഴം ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഏത് ടൈപ്പ് ചെറുപഴം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് റോബസ്റ്റാ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി ഇത് മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കരുത്, കാരണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല ഈ ഡ്രിങ്കിന്. അപ്പോൾ മാക്സിമം ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു തവിയോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്മാഷ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് സ്മാഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ 1/4 കപ്പ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. 1 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തേങ്ങാപ്പാലിന് തണുപ്പില്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് സെർവ് ചെയ്താലും മതി. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഡ്രിങ്കിന്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകുക. നമ്മൾ ജ്യൂസിൻ്റെ അത്രയൊന്നും കട്ടിയൊന്നും ഉണ്ടാകില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ബ്ലാക്ക് റേസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഡ്രിങ്കിന്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ചെറിയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ല, ഇത് പ്ലെയിൻ ആയിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി കുറച്ച് ചോപ്പ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പഴത്തിൻ്റെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഡ്രിങ്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ളതുമായ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്